അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് സിംഗിൾ ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ഒരു ശാഖ മാത്രമുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് സംയുക്തത്തിന് എങ്ങനെ പേര് കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു. നമുക്ക് ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 ഒരു എക്സാമ്പിൾ ഒരു ബോക്സ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ 2 നമുക്ക് ചെയ്തതിന് ശേഷം ബാക്കിയിലോട്ട് പോവാം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മുടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. CH3 CH CH2 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 CH3 ഒരു ബ്രാഞ്ചാണുള്ളത് CH3 ആണ്. ഇതാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ എങ്ങനെ ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം നമ്പർ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന, നമ്പർ കൊടുത്താൽ നമ്മൾ ബാക്കി ചെയ്യുന്ന. സോ നമ്പർ എങ്ങനെ കൊടുക്കണം, ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ശാഖയുള്ള കാർബൺ ചെറിയ നമ്പർ വരണം അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ കൊടുക്കാം വെറുതെ 1 2 3 4 5 6. ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ കൊടുക്കാം, അവിടെ നിന്ന് തിരിച്ചും കൊടുക്കുക 1 2 3 4 5 6. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ശാഖയുള്ള കാർബണാറ്റം എന്ന് പറയുന്ന ഇതാണ് അല്ലേ, ആ CH3 എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയുള്ള കാർബണാറ്റം ഇതാണ്. ഇത് ചെറിയ നമ്പർ വരുന്നത് നമ്മൾ എവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ആ കാർബണാറ്റം ചെറിയ നമ്പർ വരുന്നത്. സോ നമ്മൾ പേര് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്തെന്നറിയാമല്ലോ. ആദ്യം ചെയ്യേണ്ട എന്താണെന്നാ, നമ്പർ കൊടുത്താൽ ഫസ്റ്റ് ചെയ്യേണ്ട ചെയിൻ അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ കിടക്കുന്ന എത്രാമത്തെ കാർബണാറ്റത്തിലാണെന്ന് ആദ്യം എഴുതണം. അപ്പോൾ ഇവിടെ ശാഖ കിടക്കുന്നത് 2ാമത്തെ കാർബണാറ്റത്തിലല്ലേ. സോ ആദ്യം 2 അത് കണക്ക് എഴുതുക. ദെൻ ഒരു ഹൈഫൺ, അതിനുശേഷം ശാഖ ഏതാണ് നമുക്കറിയാം. CH3 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് തുടങ്ങണം, മീതൈൽ എന്ന് തുടങ്ങണം അല്ലേ. CH3 ആണെങ്കിൽ മീതൈൽ, CH2 CH3 ആണെങ്കിൽ ഈതൈൽ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സോ ഇവിടെ CH3 മാത്രമേ ഉള്ളൂ. സോ മീതൈൽ 2ാമത്തെ കാർബണാറ്റത്തിലാണ് കിടക്കുന്നത്. സോ 2 മീതൈൽ. ഇനി നമ്മുടെ കോമ്പൗണ്ട് എന്താണ്, മെയിൻ ചെയിൻ നിങ്ങൾ നോക്കിയാൽ ഇതാ മെയിൻ ചെയിൻ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ, പ്രധാന ചെയിൻ ഇതാണ്. ഈ ചെയിൻ ഏതാണ്ടാ, അതറിയാം, നമുക്കറിയാം 1 2 3 4 5 6 കാർബണാറ്റം ഉണ്ട്. സോ 6 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 കാർബണാറ്റം ഉണ്ടെങ്കിൽ ഹെക്സ് വെച്ച് തുടങ്ങും അല്ലേ, ഹെക്സ് അല്ലേ. അപ്പോൾ 6 കാർബണാറ്റം ഉള്ളതുകൊണ്ട് ഹെക്സ്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേടാ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കേൻ അല്ലേ. സിംഗിൾ ബോണ്ട് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബണിൻ്റെ പേര് ആൽക്കേൻ എന്നായിരിക്കും. ആൽക്കേൻ ആണെങ്കിൽ ഹെക്സ് എന്ന് എഴുതി അവസാനം AN വെച്ച് അവസാനിപ്പിക്കുക. സോ 2 മീതൈൽ ഹെക്സൈൻ എന്നാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേര്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം. ഇനി നമുക്ക് അതിൽ വേറെ പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഇതിൽ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങളിതാ ഈ ഒരു പ്രോബ്ലം നോക്കുകയെ. ഇത് ജസ്റ്റ് ഒന്ന് കൺഫ്യൂസിങ് ഉള്ള പ്രോബ്ലമാണ്. അതേപോലെ ഇത് ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രശ്നമില്ല, ഡയറക്റ്റ് തന്നെ എഴുതാം. ഇതും നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ് ചെയ്യും. അതിന് നമുക്ക് ഇതും കൂടെ ചെയ്ത് നോക്കാം. ഇതും കൂടെ നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യം നമുക്കറിയാം കാർബണാറ്റത്തിന് പേര് കൊടുക്കണം. പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കൊടുക്കാടാ, നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൊടുക്കാം. സോ 1 2 3 4 5 ഇവിടെ നിന്നും കൊടുക്കാമല്ലോ. 1 2 3 4 5 അവിടെ നിന്ന് കൊടുക്കുമ്പോൾ 3ാമത് തന്നെ, ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 3ാമത് തന്നെ. സോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്ന് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ആദ്യം എത്രാമത്തെ കാർബണാറ്റത്തിലാണ് കിടക്കുന്നതെന്ന് നോക്കുക. എത്രാമത്തെ കാർബണാറ്റത്തിലാണ് നമുക്കറിയാം, ഇവിടെ കിടക്കുന്ന 3ാമത്തെ കാർബണാറ്റത്തിലാണ്. സോ 3 ഹൈഫൺ. ഇനി എന്താണ് കിടക്കുന്ന, CH2 CH3 ആണ്. CH2 CH3 ആണെങ്കിൽ എന്താടാ പേര്, ഈതൈലാണ് പേരല്ലേ. CH3 മാത്രമാണെങ്കിൽ മീതൈലും, CH2 CH3 ആണെങ്കിൽ മീതൈലാണ്. സോ ഇവിടെ കിടക്കുന്ന ഈതൈലാണ്, കാരണം CH2 CH3 ആണ് ഈതൈൽ. ഇനി നമ്മുടെ കോമ്പൗണ്ട് എന്താണ്, എത്ര കാർബണാറ്റം ഉണ്ട്, 1 2 3 4 5 കാർബണാറ്റം ഉണ്ട്. സോ 5 കാർബണാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പെൻഡല്ലേ, പെൻഡ് എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ. സോ പെൻറ്റേൻ. സോ നമുക്ക് വേണ്ട കോമ്പൗണ്ട് 3 ഈതൈൽ പെൻറ്റേൻ എന്നാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേര്. അപ്പോൾ സിംഗിൾ ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ഒരു ശാഖ മാത്രമുള്ള ഹൈഡ്രോ കാർബൺസിന് പേര് കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ആയിക്കണം അല്ലേ, സെറ്റല്ലേ. ഇനി ഞാൻ പറഞ്ഞൊരു എക്സെപ്ഷണൽ കേസ് യവനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാണ്. നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പേര് കൊടുക്കുന്ന സമയത്ത് മെജോറിറ്റി ആൾക്കാർക്ക് തെറ്റും. അതിന് കാരണം
കാരണം ഇതിന് നമ്മൾ പല ആൻസർ കീയിൽ ഇത് തെറ്റായിട്ടാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് നിങ്ങളിത് നോക്കൂ. ഓക്കെ, നമ്മുടെ കോമ്പൗണ്ട് ഇതാണ് CH3 CH CH2 CH2 CH3. ഇവിടെ CH2 CH3. സോ ഈതേൽ ഗ്രൂപ്പാണ് കിടക്കുന്നത് അല്ലേ, ബ്രാഞ്ചായിട്ട് കിടക്കുന്ന ഈതേൽ ഗ്രൂപ്പാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളിത് എങ്ങനെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇതിനെ മെയിൻ ബ്രാഞ്ചായിട്ട് എടുക്കും അല്ലേ, ഇതിനെ മെയിൻ ബ്രാഞ്ചായിട്ട് എടുക്കും. എന്നിട്ട് ഇതിനെ എന്തായിട്ട് എടുക്കും, ശാഖയായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച്. ഇതിനെ മെയിൻ ചെയിനായിട്ട് എടുക്കും, എന്നിട്ട് ഇതിനെ എന്തായിട്ട് എടുക്കും, ശാഖയായിട്ട് എടുക്കും. സോ നമുക്ക് ആദ്യം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇത് ശാഖയാണെന്ന് വിചാരിക്കുക. സോ നമുക്ക് നേരത്തെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ്. കാരണം പേര് കൊടുക്കുക 1 2 3 4 5. അവിടെ നിന്നാകുമ്പോൾ 1 2 3 4 ആവും. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ചെറിയ നമ്പർ വരുന്നത്. സോ കറക്റ്റാണ് 2. ഇനി എന്താണ് ബ്രാഞ്ചിൽ കിടക്കുന്ന, ഈതയിലാണ്, ഈതയിൽ. ഇനി നമ്മുടെ മെയിൻ ചെയിൻ്റെ പേര് 1 2 3 4 5. 5 ആകുമ്പോൾ എന്താടാ, പെൻഡ് അല്ലേ, പെൻഡ്, സിംഗിൾ ബോണ്ട് അല്ലേ, സോ പെൻഡ്. ഇതാണ് സാധാരണ നമ്മൾ എഴുതുന്ന ആൻസർ. സാധാരണ നമ്മൾ എഴുതുന്നത് മാത്രമല്ല, ഇത് മെജോറിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ആൻസറായിട്ട് കൊടുത്തേക്കുന്നതും ഇതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ ഈ നെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IUPAC അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്, നമ്മുടെ അമേരിക്ക ആസ്ഥാനമായിട്ട് വരുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ നിയമം അനുസരിച്ച് അവരാണ് നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ പേര് കൊടുക്കുന്നതും അതേപോലെ നമ്മളെ എലമെൻറ്റുകൾക്ക് പേര് കൊടുക്കുന്നതും തുടങ്ങിയ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെന്ന് പറയുന്നത് ഈ IUPAC ആണ്. അപ്പോൾ ഈ അവരെ റൂൾ അനുസരിച്ച് നമ്മൾ കെമിസ്ട്രി നമ്മൾ പഠിക്കുന്നതെല്ലാം അവരെ റൂൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അവരെ റൂള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാർബൺ ചെയിനാണ് മെയിൻ ചെയിൻ അല്ലേ, കാർബൻ്റെ ഏറ്റവും വലിയ ചെയിനാണ് മെയിൻ ചെയിൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മെയിൻ ചെയിനായിട്ട് ഇതല്ലേ എടുത്തത് അല്ലേ, മെയിൻ ചെയിനായിട്ട് നമ്മൾ ഇതെടുത്ത സമയത്ത് 1 2 3 4 5 അത് 5 കാർബണാറ്റം വന്ന് അല്ലേ. മെയിൻ ചെയിനായിട്ട് നമ്മൾ ഇതെടുത്ത സമയത്ത് എത്ര കാർബണാറ്റം വന്നടാ, 5 കാർബണാറ്റം വന്നു. ഓക്കെ 5 കാർബണാറ്റമാണ് വന്നത്. പക്ഷേ നിങ്ങൾ മെയിൻ ചെയിനായിട്ട് നമുക്ക് വേണമെങ്കിൽ മെയിൻ ചെയിനായിട്ട് ഇതിനെ എടുത്തൂടെ, അതായത് ഇതും ഒരു മെയിൻ ചെയിൻ അല്ലേ, ഇങ്ങനെ വന്ന് താഴോട്ട് പോയി ഇങ്ങനെ എടുത്താൽ ഒരു മെയിൻ ചെയിൻ ആവൂലേ അത്. കാരണം നമുക്ക് കാർബണാറ്റം പോകുന്ന ചെയിൻ എങ്ങനെ വേണോ എടുക്കാം, സ്ട്രെയിറ്റ് പോണത് തന്നെ മെയിൻ ചെയിൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കാർബണാറ്റം ഉള്ള ആ ഒരു സീക്വൻസിനെ എങ്ങനെ വേണോ നമുക്ക് എടുക്കാം, അത് ലീനിയറായിട്ട് നൂന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കിയാണ് 1 2 3 4 5 6 കാർബണാറ്റം വരൂലടാ. നമ്മൾ പറഞ്ഞു കാർബണാറ്റത്തിൻ്റെ എണ്ണം കൂടുതൽ വരുന്നതാണ് മെയിൻ ചെയിൻ അല്ലേ. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ 5 എണ്ണം വരുമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം വരും, 6 എണ്ണം വരും. സോ മെയിൻ ചെയിൻ ഏതാണ്, ഇതാണ് മെയിൻ ചെയിൻ അല്ലേ, അതാണ് മെയിൻ ചെയിൻ. അപ്പോൾ 6 എണ്ണമുള്ള അതിനെ മെയിൻ ചെയിനായിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ പോലെ നമ്പേഴ്സ് കൊടുക്കാം. നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മെയിൻ ചെയിൻ, ഇത് മെയിൻ ചെയിൻ ആകുമ്പോൾ ശാഖ വരുന്ന ഇതാണ് അല്ലേ, മെയിൻ ചെയിനിൽ വന്ന് തട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ പിടിച്ച് കിടക്കുന്ന ആളാരാണ്, CH3. എവനാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ. ഇനി നമുക്ക് പേര് കൊടുക്കാം. ശാഖ വരുന്ന കാർബണാറ്റം ചെറിയ നമ്പർ വരുന്ന രീതിക്ക് വേണം പേര് കൊടുക്കാൻ. സോ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 1 2 3 4 ആവും. ഇവിടെ നിന്നാണെങ്കിൽ 1 2 3 വരത്തുള്ളൂ. സോ ഇവിടെ നിന്ന് വേണം നമുക്ക് കൊടുക്കാൻ 1 2 3 4 5 6. ഓക്കെ, ആദ്യം ശാഖയുണ്ട്. എത്രാമത്തിലാണ് ശാഖ കിടക്കുന്നത്, 3ാമത്തിലാണ് ശാഖ കിടക്കുന്നത്. സോ 3 ഹൈഫൺ. അതിൽ 3ാമത്തിൽ കിടക്കുന്ന എന്താടാ, CH3 അല്ലേ. CH3 ആണെങ്കിൽ മീതൈൽ. ഇനി നമ്മുടെ മെയിൻ ചെയിൻ നോക്ക്, എത്ര കാർബണാറ്റം ഉണ്ട്, 6 കാർബണാറ്റം ഉണ്ട്. 6 ഉണ്ടെങ്കിൽ ഹെക്സ്, സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. സോ 3 മീതൈൽ ഹെക്സേൻ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പക്ഷേ പല ടെക്സ്റ്റുകളിലും പല ആൻസർ കീയിലും തിരിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ ഈതയിലായിട്ടാണ് പറയുന്നത്. സോ അതൊന്നും നിങ്ങൾ ആലോചിച്ചോളണം. നിങ്ങൾ വീണ്ടും ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. കറക്റ്റ് റൂൾ ഇതാണ്, നമ്മളിപ്പോൾ ചെയ്ത് തന്നെയാണ് കറക്റ്റ് റൂൾ, അതിൽ വ്യത്യാസമൊന്നുമില്ല. IUPACയുടെ റൂൾ അനുസരിച്ച് ഇതാണ് കറക്റ്റ് റൂൾ. പക്ഷേ ടെക്സ്റ്റിൽ അങ്ങനെ അല്ലെങ്കിൽ നോട്ടുകളിൽ അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിലെ കാര്യം കൂടെ ഒന്ന് വെരിഫൈ ചെയ്തുകൊള്ളണം. അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവരെങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കിക്കൊള്ളണം. 100% നമ്മളിപ്പോൾ ചെയ്തതാണ് ശരി. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചോളണം. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുന്നത്. ഞാൻ എക്സെപ്ഷണൽ കേസ് ഒരാളുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞടാ,
സിംഗിൾ ചെയിൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച്, സിംഗിൾ ബ്രാഞ്ച്, ഒരു ശാഖയുള്ളതിനുള്ള പേര് കൊടുക്കുന്ന പരിപാടി നമ്മൾ തീർന്നു. ഇനി നമുക്ക് 2 ശാഖയുള്ളത് പോവാം. സോ ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മോർ ദാൻ 1 ബ്രാഞ്ച്, അത് ഒന്നിൽ കൂടുതൽ ശാഖകൾ വന്നാൽ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഓക്കെ, ഒന്നിൽ കൂടുതൽ ശാഖകൾ വന്നാൽ എങ്ങനെ പേര് കൊടുക്കാം? സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാ നടക്കുന്നു CH3, CH, CH2, CH, CH2, CH3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 ശാഖകൾ CH3, CH. നമ്മൾ നേരത്തെ ചെയ്തതിൽ ഒരു ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആൾ ഒരു തന്നെ വരത്തുള്ളൂ. ഇവിടെ 2 പേരുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ചെയ്യുന്ന റൂള് കാര്യങ്ങൾ എല്ലാം എൻറ്റയർലി സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ചെയിനുള്ള കാർബൺ ആറ്റം അല്ലെങ്കിൽ ബ്രാഞ്ചുള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം, അല്ലെങ്കിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ നിന്ന് സപ്പോസ് ഞാൻ ഇപ്പുറത്ത് കൊടുക്കുന്നു വിചാരിക്കാം. ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6. ഇനി ഇവിടെ നിന്ന് കൊടുത്തെന്ന് വിചാരിച്ചാൽ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ചെയിൻ വരുന്നത് 3ാമതാണ്. പക്ഷേ ഇവിടെ നിന്ന് എഴുതുന്ന സമയത്ത് ചെയിൻ വരുന്നത് എത്രാമതാണ്? 2ാമതാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് വേണം നമ്പർ കൊടുക്കാൻ. മേളിൽ നമ്മൾ നമ്പർ കൊടുക്കില്ല. അപ്പം മേളിലുള്ള നമുക്ക് റബ്ബ് ചെയ്താൽ കളയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ കൊടുക്കുന്ന രീതി. ഇനി നോക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇത് നെയിം കൊടുക്കുന്ന രീതി, ബാക്കി നമ്മൾ തൊട്ട് മുമ്പ് ചെയ്യുന്ന രീതി എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ആ മുമ്പ് ചെയ്യുന്ന നമ്മുടെ സംഭവം മനസ്സിലായോ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിലാദ്യം ചെയിനുള്ള കാർബൺ എത്രാത്തേന്ന് നോക്കണം. നമുക്കറിയാം ഇതിൽ 2ാമത്തേൽ ചെയിനുണ്ട് അല്ലേ? കോമ. ഇതിൽ 2 ആൾക്കാർക്ക് 2 ശാഖകളില്ലേ? അപ്പോൾ ഒരു ശാഖയുള്ള 2ലാണ്, 2, 2ാം ശാഖയുള്ള എത്രയിലാണ്ടാ? 4ലാണ്. സോ 2,4. ഇനി നമ്മൾ ഹൈഫൻ ഇടണം. ഇനി ശാഖ എന്തൊക്കെയായിരുന്നു? 2 CH3 അല്ലേ? CH3 ആണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് എന്തെന്ന് എഴുതും? മീതൈൽ എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? CH3 ആണെങ്കിൽ മീതൈൽ. പക്ഷേ ഇവിടെ 2 മീതൈലില്ലേ അല്ലേ? 2 മീതൈലില്ലേ? 2 ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഇവിടെ 2 മീതൈലുണ്ടല്ലോ. ഒരു 2ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീതൈലുണ്ട്, 4ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീതൈലുണ്ട്. അതുകൊണ്ട് 2 എണ്ണം ഉള്ളതുകൊണ്ട് ഡൈ മീതൈൽ എന്ന് എഴുതുക. 2 എണ്ണം ഉള്ളതുകൊണ്ട് ഡൈ മീതൈൽ എന്ന് എഴുതുക. ഇനി എത്ര എണ്ണം ഉണ്ടാ? അല്ലാതെ 1, 2, 3, 4, 5, 6. മെയിൻ ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. 6 എണ്ണമാണെങ്കിൽ നമുക്കറിയാം എന്തെഴുതും? ഹെക്സ്. എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? സോ ഹെക്സേൻ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ ഹെക്സേൻ. നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ആൻസർ എഴുതി കാണുമവർ. നോക്കാം. യെസ്, 2. നമ്മൾ ക്വസ്റ്റ്യൻ വേറെ ഇതല്ലേ ക്വസ്റ്റ്യൻ? മറ്റേതിൻ്റെ ആൻസർ അവർ എഴുതിയില്ലല്ലേ? ഇല്ല, അതിൻ്റെ ആൻസർ അവർ എഴുതിയിട്ടില്ല. ഇല്ല, 2,4 ഡൈമീഥൈൽ ഹെക്സേൻ ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ 2,4 ഡൈമീഥൈൽ ഹെക്സേൻ ആണ്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന രീതി കിട്ടിയേ. അപ്പോൾ ആദ്യം കോമ്പൗണ്ട് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്പേഴ്സ് കൊടുക്കുക. നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് ബ്രാഞ്ചുള്ള അല്ലെങ്കിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ചെറിയ നമ്പർ വരണം. അപ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പുറത്ത് ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ കൊടുക്കുമ്പോഴാണോ ചെറിയ നമ്പർ വരുന്നതെന്ന് ശ്രദ്ധിച്ചോളണം. സോ ഏതാണോ ചെറുത് വരുന്നത് ആ രീതിക്ക് നമ്പർ കൊടുക്കുക. ആദ്യം ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ് ചെയിൻ ഉള്ളത് അല്ലെങ്കിൽ ബ്രാഞ്ച് ഉള്ളതെന്ന് എടുത്ത് എഴുതണം. 2ഉം 4ലുമാണ് ഇവിടെ ബ്രാഞ്ച് ഉള്ളത്. ഇനി ഹൈഫൺ 2,4 ഇടുന്നത് കേട്ടോ. 2,4 ആവശ്യമില്ലാതെ ഹൈഫണോ കോമയോ ആവശ്യമില്ലാതെ ഇടരുത്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പേര് കൊടുക്കുന്ന സമയത്ത് കോമയ്ക്കും നമ്മൾ ഈ സ്ലാഷ് അതേപോലെ ഈ ഒരു നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഇടുന്നതിന് കൃത്യമായ റൂളുണ്ട്. ഇതിൻ്റെ പേര് പറയുമല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പേര്. ഹൈഫൺ. യെസ്, ഹൈഫൺ. ഈ ഹൈഫൺ ഇടുന്നതിനൊക്കെ വ്യക്തമായ റൂളുണ്ട് കേട്ടോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ അനാവശ്യമായ സ്ഥലത്ത് കയറി ഹൈഫൺ ഒന്നും ഇടരുത്. നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് നമ്പർ എഴുതുക, കോമ എഴുതുക, അടുത്ത നമ്പർ എഴുതുക, ദെൻ ഹൈഫൺ. അപ്പോൾ ഇവിടെ 2 മീഥൈലുള്ളതുകൊണ്ട് ഡൈമീഥൈൽ. ഇനി മെയിൻ റൂട്ട് 6 കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഹെക്സ്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെക്സേൻ. ഇനി നമുക്ക് വേറെ ഒരെണ്ണം സെയിം അതേപോലെ വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ആദ്യം പേര് കൊടുക്കാം, നമ്പേഴ്സ് കൊടുക്കാം. നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് കൊടുക്കാം 1, 2, 3, 4, 5. അപ്പുറത്തും കൊടുക്കാം 1, 2, 3, 4, 5. ഇവിടെ നിന്ന് പോകുമ്പോൾ 2ാമത്തേലാണ് ബ്രാഞ്ച്. ഇവിടെ നിന്ന് വരുമ്പോൾ 2ാമത്തെ തന്നെ ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ നിന്നാണോ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അത് തന്നെ കൊടുക്കാം, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാൻ മേളിൽ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മേളിൽ നിന്ന് കൊടുക്കാം. ഇനി അപ്പോൾ ആദ്യം ഇതിൽ ഏതിലൊക്കെയാണ് ശാഖയുള്ളത്? 2ൽ ഒരെണ്ണം ഉണ്ട് അല്ലേ? പിന്നെ ഉള്ളത് 4ലാണ്. അതായത് 4ലല്ലേ ഇവിടെയല്ലേ? സോ 2, 4 ദെൻ ഹൈഫൺ. 2 എന്ത് തന്നെ? ഇതും മീഥൈലാണ്, ഇതും മീഥൈലാണ് അല്ലേ? ഇതും CH3 ആണ്, ഇതും CH3 ആണ്. 2 CH3 ആണെങ്കിൽ
ഡൈമീഥൈൽ അല്ലേ, ഡൈമീഥൈൽ അല്ലേ. ഇനി അവിടെയും രണ്ട് ഡൈമീഥൈലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇനി മെയിൻ ചെയിൻ എന്തായിരുന്നു, 1 2 3 4 5 കാർബൺ ആറ്റം ഉള്ളതാണല്ലേ. 5 കാർബൺ ആറ്റം ഉള്ളതാണ് മെയിൻ ചെയിൻ. 5 പേരുണ്ടെങ്കിൽ പെൻറ്റ് അല്ലേ, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റേൻ. സോ നമ്മുടെ കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ. ഇതാ കിടക്കുന്നു 2,4 അതും ക്വസ്റ്റ്യൻ വേറെ ആയിരുന്നു. അല്ല, അത് ക്വസ്റ്റ്യൻ വേറെ ആയിരുന്നു കേട്ടോ. 1 2 3 4 5 6 1 2 3 4 5 അല്ല, നമ്മൾ കറക്റ്റ് ചെയ്യുന്ന 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ തന്നെ. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ CH3 നമ്മളിതല്ല ചെയ്യുന്നത്, നമ്മൾ ഇതാണ് ചെയ്ത് നോക്കിയത്. ഇതിൻ്റെ പേര് ഇച്ചിരി കൊടുത്തില്ല കേട്ടോ. ഇത് 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ ആണ് കേട്ടോ. കറക്റ്റ് തന്നെ, നമ്മൾ ചെയ്ത കറക്റ്റാണ്. 2,4 ഡൈമീഥൈൽ പെൻറ്റേൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണേ. ഇനി ഇതിപ്പോൾ 2 ബ്രാഞ്ചല്ലേ വന്നത്, 2 ബ്രാഞ്ചല്ലേ. സപ്പോസ് നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇതും കൂടെ നോക്കാം. ഇതും ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇവിടെ ഒരു ബ്രാഞ്ചുണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ചുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്ന രീതി സെയിം ആണ്. ഇവിടെ നിന്ന് കൊടുത്താൽ 1 2 മൂന്നാമത്തെ ചെയിൻ വരും, ഇവിടെ നിന്ന് കൊടുത്താൽ രണ്ടാമത്തെ ചെയിൻ വരും. നമുക്ക് ഏതാണ് എളുപ്പം, നമുക്ക് ചെറിയ നമ്പറാണ് വരേണ്ടത്. സോ ഇവിടെ നിന്ന് വേണം നമ്മൾ പേര് കൊടുക്കുക. നമ്മൾ പേര് കൊടുക്കുന്നത് എവിടെ നിന്ന് വേണം, നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം പേര് കൊടുക്കാൻ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമ്പർ എന്ത് വരുന്ന, ചെറുത് വരുന്നത് അല്ലേ. ഇനി നമ്പർ ചെറുത് വരുന്ന. അപ്പോൾ ഇനി നോക്കണം ഏതിലൊക്കെയാണ് ചെയിൻ ഉള്ളത്. 2-ലൊരു ചെയിൻ ഉണ്ട് അല്ലേ, 2-ലൊരെണ്ണം ഉണ്ട് കോമ, പിന്നെ ഉള്ളത് 5-ലൊരെണ്ണം ഉണ്ട് അല്ലേ. ഇപ്പോൾ 2 5 ഹൈഫൺ. 2 ചെയിനല്ലേ, 2 ശാഖയല്ലേ ഉള്ളൂ. അപ്പോൾ 2 5 കഴിഞ്ഞ് നേരെ ഹൈഫൺ ഇട്ട് കൊള്ളണം. ഇനി രണ്ടും എന്ത് തന്നെ, CH3 തന്നെ, ഇതും CH3 തന്നെ. അപ്പോൾ എന്താണ്, മീഥൈലാണ്. പക്ഷെ 2 എണ്ണം ഉള്ളതുകൊണ്ട് എന്തെഴുതും, ഡൈമീഥൈൽ എന്ന് എഴുതും. ഇനി മെയിൻ ചെയിൻ എന്താണ്, 1 2 3 4 5 6 7 കാർബൺ ആറ്റം ഉള്ളതാണല്ലേ. 7 ആണെങ്കിൽ ഹെപ്റ്റ് അല്ലേ, ഹെപ്റ്റ് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെപ്റ്റേൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ ആണ്. ഇത് തന്നെയല്ലേ ആൻസർ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് 2 ശാഖകൾ വന്നാൽ നെയിം കൊടുക്കുന്ന രീതി.